ഹായ് ഓൾ, എജു സ്പെക്ട്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 11ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ 3 എക്സർസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എക്സർസൈസിലേക്ക് പോകാം. 27ാമത്തെ പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് 3 അരിത്മെറ്റിക് സീക്വൻസസ് വിത്ത് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ആസ് 70 എന്നാണ്. എന്ന് വെച്ചാൽ 3 അരിത്മെറ്റിക് സീക്വൻസ് എഴുതണം. ആദ്യത്തെ 7 ടേമുകളുടെ സം എത്രയാണ്? 70 ആണ്. ആദ്യത്തെ 7 ടേമുകളുടെ സം 70 വരുന്ന എത്ര അരിത്മെറ്റിക് സീക്വൻസ് എഴുതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 3 അരിത്മെറ്റിക് സീക്വൻസ് എഴുതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 7 ടേമുകളുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? 70 ആണ്. 7 ടേമുകളുടെ സം എത്രയാണ്? 70 ആണ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ അറിയാം. ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ എന്നാണ്. സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് നമ്പർ എന്നോ പറയാം. സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആവറേജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. എന്താണ് ആവറേജ്? നടുവിലത്തെ ടേമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവറേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 70 ഡിവൈഡഡ് ബൈ, ഇവിടെ സം എത്രയാണ്? 70 ആണ്. 70 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ നമ്പർ എത്രയാണ്? 7 ആണ്. ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 10 എന്ന് കിട്ടും. ഈ 10 എന്ന് പറയുന്നത് നമ്മുടെ ഈ 7 ടേമുകളുടെ നടുവിലത്തെ ടേമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുശേഷം കണ്ടുപിടിക്കേണ്ടത് നടുവിലത്തെ ടേം, മിഡ് ടേം ഏതാണെന്നാണ് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത്. മിഡ് ടേം ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചായിരുന്നു, n+1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാണ് മിഡ് ടൈമിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ n എത്രയാണ്? 7 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാണ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 4th പൊസിഷനിലുള്ളതാണ് നമ്മുടെ മിഡ് ടൈം എന്ന് പറയുന്നത്. 4th പൊസിഷനിൽ അപ്പോൾ എത്ര വരും? മിഡ് ടൈം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 4th ടൈം എന്ന് പറയുന്നത് 10 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എത്ര അരിത്മെറ്റിക് സീക്വൻസ് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 3 അരിത്മെറ്റിക് സീക്വൻസ് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്നാമത്തെ അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ട് എത്ര ഹൈഫൺ ഇടുന്നു? എത്ര ടൈമുണ്ട്? 7 ടൈമുണ്ട്. 7 ടൈമുള്ളത് കാരണം 7 ഹൈഫൺ ഇടുന്നു. ഇതിൽ 4th ടൈമാണ് എത്രയെന്ന് പറഞ്ഞ് കിട്ടിയത്? 10 എന്ന് പറഞ്ഞ് കിട്ടിയത്. അപ്പോൾ 4th ടൈമിൻ്റെ അവിടെ ഞാൻ എത്ര ഇടുവാണ്? 10 എന്ന് പറഞ്ഞിടുവാണ്. ഓക്കെ, അതായത് മിഡ് ടൈം എന്ന് പറയുന്നത് 4th പൊസിഷനിലുള്ളതാണ്. മിഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. സം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എവിടുത്തെ ടൈമാണ്? മിഡ് ടൈം ആയിരിക്കും, അല്ലെങ്കിൽ മീൻ ആയിരിക്കും, അല്ലെങ്കിൽ ആവറേജ് ആയിരിക്കും. ഈ നടുവിൽ എഴുതുന്നതിനെയാണ് അതിൻ്റെ മീന് അല്ലെങ്കിൽ മിഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 4th ടൈമാണ് മീനായിട്ട് അല്ലെങ്കിൽ ആവറേജ് ആയിട്ട് കിട്ടിയത്. അതാണ് നമ്മൾ എവിടെ എഴുതിയത്? 4th ടൈമായിട്ട് എഴുതിയത്. 4th ടൈം എത്രയെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് ഉള്ള സംഖ്യകളാണ് ബാക്കി എഴുതേണ്ടത്. ഞാൻ 1 കോമൺ ഡിഫറൻസ് വരുന്ന സംഖ്യകൾ എഴുതുന്നു. 1 കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്ന സംഖ്യകൾ എഴുതണമെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 1 കൂട്ടി എഴുതുക, 11. ഇവിടെ 12. ഇവിടെ എത്രയായിരിക്കും? 13. അപ്പോൾ ഇവിടെ 9, 8, 7. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണമെന്നാണ് പറഞ്ഞത്? 70 കിട്ടണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 70 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 7ഉം 13ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. 8ഉം 12ഉം കൂടെ ആഡ് ചെയ്താലും 20 കിട്ടും. 9ഉം 11ഉം കൂടെ ആഡ് ചെയ്താലും നമുക്ക് എത്രയെന്ന് കിട്ടും? 20 കിട്ടും. ഇപ്പോൾ തന്നെ 20, 40, 60 എന്നായി. ഈ 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 70 കിട്ടും. ഇതിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് എത്രയായി? 70 ആയി. അതുപോലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1 ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ അരിത്മെറ്റിക് സീക്വൻസ്. ഇനി രണ്ടാമത്തെ എങ്ങനെ എഴുതാം? രണ്ടാമത്തെ എന്ന് പറയുന്നത് അതുപോലെ എത്ര എണ്ണം? 7 എണ്ണം വേണം. നടുവിലത്തെ ടൈമിന് മാറ്റമില്ല, കോമൺ ഡിഫറൻസിന് മാറ്റമുണ്ട് കേട്ടോ. എല്ലാം 1 വരുന്ന കോമൺ ഡിഫറൻസ് 1 വരുന്ന സീക്വൻസ് നമ്മൾ എന്ത് ചെയ്തു? എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോമൺ ഡിഫറൻസ് 2 വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2 എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇവിടെ 10, 12, 14, 16 എന്ന് എഴുതാം. ഇങ്ങോട്ട് വരുമ്പോൾ 2 കുറഞ്ഞ് വരും. അപ്പോൾ എത്ര കിട്ടി? 8, 6, 4 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 70 കിട്ടണം. 70 കിട്ടുന്നുണ്ടെന്ന് നോക്കാം.
16 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ 20 തന്നെയാണ്. 14 6 കൂടെ ആഡ് ചെയ്താലും 20 തന്നെയാണ്. 12 8 കൂടെ ആഡ് ചെയ്താലും 20 തന്നെയാണ്. 10 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 60 ആയി. 60 10 70. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ എത്ര വേണമെങ്കിലും കോമൺ ഡിഫറൻസ് വേരി ചെയ്ത് എഴുതിയാലും വാല്യൂസിനൊന്നും മാറ്റം വരത്തില്ല. ഓക്കെ, കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്താൽ മതി? മാറ്റി എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തും 7 ടേം വരണം. 7 ടേമുകൾ. നടുവിലത്തെ ടേമിന് മാറ്റമില്ല, 10 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എത്ര വരുന്നത്? 5 വരുന്നത് എഴുതിയാൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 15 20 25 എന്ന് പറയുന്ന നമ്പേഴ്സാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 5 ആകും. പിന്നെ എന്താകും? 0 ആകും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ -5 ആയിട്ട് മാറും. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? d = 5 ആണ്. ഇതും 70 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? ഈ -5ഉം 25ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25 - 5 എന്ന് പറയുന്നത് 20 ആയിരിക്കും. 0യും 20ഉം കൂടെ ആഡ് ചെയ്താലും എത്ര തന്നെയാണ്? 20 തന്നെയാണ്. 5ഉം 15ഉം കൂടെ ആഡ് ചെയ്താലും 20 തന്നെയാണ്. അങ്ങനെ അത്രയും കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60 കിട്ടി. ഈ 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 70 കിട്ടും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ 7 ടേമുകളുടെ സമ്മ് എത്രയായിട്ട് വരുന്ന? 70 ആയിട്ട് വരുന്ന 3 അരിത്തമെറ്റിക് സീക്വൻസുകൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 30 ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ഈസ് 140 എന്നാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ 3 ടേമുകളുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. ആദ്യത്തെ 7 ടേമുകളുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? 140 ആണ്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ്? രണ്ടാമത്തെ ടേം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെഴുതണം? ആദ്യത്തെ 3 ടേമുകളുടെ സമ്മ് അല്ലേ? ആദ്യത്തെ 3 ടേമുകളുടെ സം എന്ന് പറയുന്നത് എത്രയെന്ന് പറയുന്നുണ്ട്? ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ 30 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ എന്ത് ടൈം കണ്ടുപിടിക്കണം? മിഡ് ടൈം കണ്ടുപിടിക്കണം. മിഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൊസിഷൻ ഓഫ് മിഡ് ടൈം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? n+1 / 2 എന്നാണ്. n എത്ര ടൈമുണ്ട്? 3 ടൈമുകളുണ്ട്. അതുകൊണ്ട് 3 + 1 / 2 ആണ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 4 / 2 = സെക്കൻഡ് പൊസിഷനാണ് എന്തെന്ന് പറയുന്നത്? മിഡ് ടൈം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ x2 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? x2 തന്നെയാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ മിഡ് ടൈം ആയിട്ട് വരുന്നത് എന്താണ്? x2 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, മിഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? മിഡ് ടൈം അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യേണ്ടത്? മിഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. കാരണം ആ 3 ടൈമുകളുടെ സം എത്രയെന്ന് പറയുന്നുണ്ട്? 30 എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ടൈമുകളുടെ എണ്ണം നമുക്ക് അറിയത്തില്ലേ? അറിയാം. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മിഡ് ടൈം കണ്ടുപിടിക്കാൻ, x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സം ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് പറയുന്ന ഇക്വേഷൻ, ആവറേജിൻ്റെ ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓഡ് എണ്ണം നമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ സമ്മ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എണ്ണവും തന്നിട്ടുണ്ട്, സമ്മും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നടുവിലത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സം ഡിവൈഡഡ് ബൈ നമ്പർ, നമ്മുടെ ആവറേജിൻ്റെ ഇക്വേഷനാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. സം ഡിവൈഡഡ് ബൈ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ടൈമുകളുണ്ട്. ഇതിൻ്റെ മിഡ് ടൈമാണ് x2 എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സം ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് ചെയ്താൽ മതി. x2 = സം എത്രയാണ്? സം എന്ന് പറയുന്നത് 30 / എത്ര നമ്പർ ഉണ്ടായിരുന്നു? 3 എണ്ണം ഉണ്ടായത് കാരണം അവിടെ 30 / 3 എന്ന് എഴുതാം. അപ്പോൾ x2 = എത്രയെന്ന് കിട്ടും? 10 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ സെക്കൻഡ് ടൈം എത്രയാണ്? സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് 10 ആണ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഫോർത്ത് ടൈം ഓഫ് ദ സീക്വൻസ് എന്നാണ്. എന്ന് വെച്ചാൽ 4ാമത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. 4ാമത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4ാമത്തെ ടൈം ഏതിൻ്റെ മിഡ് ടൈം ആണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള 7 ടൈമുകളുടെ സമ്മ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ 7 ടൈമുകളുടെ സമ്മ് എത്രയെന്ന് പറയുന്നുണ്ട്? 140 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മിഡ് ടൈമാണ് എന്തെന്ന് പറയുന്നത്? ഫോർത്ത് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊസിഷൻ ഓഫ് മിഡ് ടേം എന്ന് പറയുന്നത് കണ്ടുപിടിച്ചാൽ മതി. മിഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ എത്ര ടേം ഉണ്ട്? 7 ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കുക? 7+1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 2 4 എന്ന് പറഞ്ഞ് കിട്ടും. ഈ 4th പൊസിഷനിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ മിഡ് ടേം എന്ന് പറയുന്നത്. അതായത് ഇവിടെ വരുന്നതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? മിഡ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ക്വസ്റ്റ്യനിൽ എന്ത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്? 4th ടേം തന്നെയാണ്. അപ്പോൾ അവിടെയും കണ്ടുപിടിക്കേണ്ടത് മിഡ് ടേം തന്നെയാണ്. അപ്പോൾ x4 എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. x4 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് മിഡ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? സം ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? യൂസ് ചെയ്താൽ മതി. അപ്പോൾ x4 ഈക്വൽ ടു സം എത്രയാണ്? 7 ടേമുകളുടെ സം എത്രയാണ്? 140 140 ഡിവൈഡഡ് ബൈ 7 ടേംസ് അല്ലേ അതിനകത്തുള്ളത്? 7 ടേമുകളുടെ സമ്മാണ് എത്രയെന്ന് പറയുന്നത്? 140 എന്ന് പറയുന്നത്. അതുകൊണ്ട് 140 ഡിവൈഡഡ് ബൈ 7. ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 7 ഒരു പ്രാവശ്യം, 14 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം. അങ്ങനെ ആൻസർ എത്രയെന്ന് കിട്ടും? 20 കിട്ടും. എന്ന് വെച്ചാൽ x4 ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 20 കിട്ടി. 4ാമത്തെ ടേം എത്രയെന്ന് കിട്ടി? അല്ലെങ്കിൽ മിഡ് ടേം 4th ടേം എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 20 കിട്ടി. 3ാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ 1ാമത്തെ സബ് ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. x2ൻ്റെ വാല്യൂ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. x4ൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 2ാമത്തതിൽ നിന്ന് 20 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആദ്യത്തെ 3 ടേമുകളാണ് എഴുതേണ്ടത്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ x1 എഴുതണം, x2 എഴുതണം, x3 എഴുതണം. അങ്ങനെ നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിഞ്ഞിരിക്കണം? കോമൺ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഇത് അടുത്തടുത്ത ടേമുകൾ അല്ലാത്തത് കാരണം കോമൺ ഡിഫറൻസ് നമുക്ക് മൈനസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടുത്തടുത്ത ടേമുകൾ അല്ലാത്തത് കാരണം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ വച്ചിട്ട് വേണം എന്ത് കണ്ടുപിടിക്കാൻ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എത്ര ടേമുകളുണ്ട്? x4 ഉണ്ട്, x2 ഉണ്ട്. x2 ആണ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അടുത്തടുത്ത ടേമുകൾ മൈനസ് ചെയ്ത് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതിയായിരുന്നു? കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇവിടെ അടുത്തടുത്ത ടേമുകൾ അല്ലാത്തത് കാരണം നമ്മൾ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ടേം ഡിഫറൻസ് എത്രയാണ്? 20 മൈനസ് 10 ആണ് ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 മൈനസ് 2 ആണ്. 20 മൈനസ് 10 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 10 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. ഈക്വൽ ടു കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയെന്ന് കിട്ടി? 5 എന്ന് കിട്ടി. അടുത്തടുത്ത ടൈമുകൾ അല്ലാത്തത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടി ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടി വന്നത്. ഇനി നമുക്ക് എന്താണ് ആവശ്യം? ഫസ്റ്റ് ടേം വേണം. നമുക്ക് ഓൾറെഡി എന്തുണ്ട്? x2 എന്ന് പറയുന്ന സെക്കൻഡ് ടേം നമുക്ക് ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? x2-ൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ x2 എന്ന് പറയുന്നത് 10 ആണ്. അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 5 ആണ്. 5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 5 എന്ന് തന്നെ കിട്ടും. അപ്പോൾ x1ൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ x1 ആയി, x2 ആയി. ഇനി എന്ത് കണ്ടുപിടിക്കണം? x3 കണ്ടുപിടിക്കണം. x3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x2-നോടൊപ്പം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, x2 എത്രയാണ്? 10 ആണ്. 10-നോടൊപ്പം 5 ആഡ് ചെയ്യുമ്പോൾ x3 ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 15 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x1, x2, x3 എന്ന് പറയുന്നത് എത്രയൊക്കെയാണ്? 5, 10, 15 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ x2-ൽ നിന്ന് മൈനസ് ചെയ്താൽ x1 കിട്ടും. x2-നോടൊപ്പം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x3-യുടെ വാല്യൂ കിട്ടും. 3ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The sum of the first 5 terms of an arithmetic sequence is 150 and the sum of first 10 terms is 550 എന്നാണ്. ഓക്കെ, 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 ടേമുകളുടെ സമ്മ് 150ഉം ആദ്യത്തെ
10 ടേമുകളുടെ സമ്മ എത്രയാണ്? 550 അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടേമാണ് നമുക്ക് എത്രയെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ആദ്യത്തെ 5 ടേമുകൾ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഓഫ് മിഡ് ടേം എന്ന് പറയുന്നത് ഏതാണ് ഇക്വേഷൻ? n+1/2 എന്നാണ് ഇക്വേഷൻ. എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കുക? 5 ഇട്ട് കൊടുക്കുക. 5 + 1 / 2 6 / 2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ തേർഡ് പൊസിഷനാണ്. ഇതിൻ്റെ ഈ 5 എണ്ണമുള്ള ആ സമ്മിൻ്റെ തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ മിഡ് ടൈം എന്ന് പറയുന്നത് തേർഡ് പൊസിഷനിലുള്ള ടൈമാണ്. അങ്ങനെയാണെങ്കിൽ x3 ആണ് അതിൻ്റെ മിഡ് ടൈം. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടതും എന്ത് തന്നെയാണ്? തേർഡ് ടൈമാണ്. അങ്ങനെയാണെങ്കിൽ നടുവിലത്തെ ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എന്താണ് ഇക്വേഷൻ? സം ഡിവൈഡഡ് ബൈ നമ്പർ എന്നാണ്. ആവറേജ് കണ്ടുപിടിക്കുന്ന അതേ ഇക്വേഷൻ. മിഡ് ടൈം ആണെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? സം ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ x3 = സം. 5 ടൈമുകളുടെ സം എത്രയാണ്? 5 ടൈമുകളുടെ സം എന്ന് പറയുന്നത് 150 ആണ്. 150 ഡിവൈഡഡ് ബൈ എത്ര ടൈമുകളുണ്ടായിരുന്നു? 5 ടൈമുകളുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 5 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യാം. 5ൽ 1 പ്രാവശ്യം, 15ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യമുണ്ട്. ഈക്വൽ ടു ആ 0 വിട്ട് കളയരുത്. ഈക്വൽ ടു എത്രയെന്ന് എഴുതാൻ പറ്റും? 30 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ x3യുടെ വാല്യൂ എത്രയാണ്? മൂന്നാമത്തെ ടൈമിൻ്റെ വാല്യൂ എത്രയാണ്? x3 എന്ന് പറയുന്നത് 30 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 5 ആണ് നമ്മളിവിടെ n ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? ഇട്ട് കൊടുക്കേണ്ടത്. n = 5 വെച്ചിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ x3 ആണ് മിഡ് ടൈം ആയിട്ട് വരുന്നത്. മിഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സം ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ചെയ്യുമ്പോൾ 150 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 30 എന്ന് കിട്ടും. x3യുടെ വാല്യൂ 30 ആണ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ 8th ടൈം ഓഫ് ദ സീക്വൻസ് എന്നാണ്. അപ്പോൾ 8th ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ആദ്യത്തെ 5 ടൈമുകൾക്ക് ഇടയിലുള്ള മിഡ് ടൈം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3 ആയിരുന്നു. പക്ഷേ ഇവിടെ 10 ടൈമുകൾ എടുക്കുകയാണെങ്കിൽ ഇടയിലുള്ള ടൈം എത്ര കിട്ടില്ല? 8 കിട്ടില്ല. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 5നും 10നും ഇടയ്ക്കുള്ള നടുവിലത്തെ ടൈമാണ് ഈ എത്രയെന്ന് പറയുന്നത്? 8 എന്ന് പറയുന്നത്. 5 കൂട്ടണ്ട, 6 മുതൽ 10 വരെ എടുക്കുക. 6 മുതൽ 10 വരെ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള എന്താണ്? നടുവിലത്തെ ടൈമാണ് ഈ 8th ടൈം എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ചോളണം കേട്ടോ. 8th ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് n 10 എടുത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? ഈ നടുവിലത്തെ ടൈമാണ് 8th ടൈം എന്ന് കിട്ടത്തില്ല. ഓക്കെ, 10 + 1 എന്ന് പറയുന്നത് 11 ആണ്. 11 ഡിവൈഡഡ് ബൈ 2 നമുക്ക് ചെയ്യുമ്പോൾ 5 പോയിൻ്റ് ആണ് കിട്ടുന്നത്. 5 പോയിൻ്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ഇതിൽ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ പോയിൻ്റ് വരുന്ന നമ്പേഴ്സ് ഒന്നും ഇവിടെ വരത്തില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 8th ടൈം നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ ഏറെക്കുറെ 10ന് അടുത്താണ് എന്തെന്ന് പറയുന്നത്? 8th ടൈം വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 6, 7 ഞാനിവിടെ 6 വരയ്ക്കുകയാണ്. 6, 7, 8, 9, 10. x6, x7, x8, x9, x10 എന്ന് വെച്ചാൽ ഈ അവസാനത്തെ എത്ര സംഖ്യകൾ? 5 ടൈമിൻ്റെ നടുവിലത്തെ ടൈമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവസാനത്തെ 5 ടൈമുകളുടെ എന്തറിയണം? സം അറിയണം. സം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിൻ്റെ മിഡ് ടൈമായ 8th ടൈം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ലാസ്റ്റ് 5 ടൈംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവസാനത്തെ 5 ടൈമുകളുടെ എന്ത് കണ്ടുപിടിക്കണം? സമ്മ കണ്ടുപിടിക്കണം. അതിന് ടോട്ടൽ നമുക്കറിയാം. ആദ്യത്തെ ഇവിടെ കൊണ്ട് 5 ടൈംസിൻ്റെ സം എന്ന് പറയുന്നത് 150യും ആദ്യത്തെ 10 ടൈമിൻ്റെ സം എന്ന് പറയുന്നത് 550യുമാണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ 5 ടൈംസിൻ്റെ സമ്മ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ 10 ടൈംസിൻ്റെ അവസാനത്തെ 5 എണ്ണം കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ 10 ടൈംസിൻ്റെ സമ്മിൽ നിന്ന് ആദ്യത്തെ 5 ടൈംസിൻ്റെ സം എന്ത് ചെയ്യണം? മൈനസ് ചെയ്താൽ നമുക്ക് അവസാനത്തെ 5 ടൈംസിൻ്റെ സം എന്ത് ചെയ്യും? കിട്ടും. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 10 ടൈംസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം.
മനസ്സിലാണോ പറയുന്നത്? അപ്പോൾ 10 ടേമുകളുണ്ട്. അതിലെ ആദ്യത്തെ 5 ടേമിന്റെ സമം അറിയാം, ഈ 10 ടേമുകളുടെ സമം അറിയാം. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 5 ടേമുകളുടെ സമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 10 ടേമുകളുടെ സമ്മിൽ നിന്ന് ആദ്യത്തെ 5 ടേമുകളുടെ സമം എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ അവസാനത്തെ 5 ടേമുകളുടെ സമം കിട്ടും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? എത്രയാണ്? 550 ആണ് 10 ടേമുകളുടെ സമ്മ്. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 150 മൈനസ് ചെയ്യണം. അപ്പം 150 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 400 എന്ന് കിട്ടും. 550 നിന്ന് 150 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 400 എന്ന് കിട്ടും. ഈ 400 ആണ് ഈ 5 ടേമുകളുടെയും സമ്മ്. ഇനി നമുക്ക് ഈ 5 ടേമുകളുടെ സമ്മ് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? നടുവിലത്തെ ടേമായ x8 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവറേജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. സം ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ സം എത്രയാണ്? ഇവിടുത്തെ സം എന്ന് പറയുന്നത് 400 ആണ്. 400 ഡിവൈഡഡ് ബൈ എത്ര എണ്ണമുണ്ട്? ഈ 5 എണ്ണത്തിന്റെ സമ്മ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഈ 400 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് എത്ര കൊണ്ട് തന്നെയാണ്? 5 കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 400നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40ൽ എത്ര 5 ഉണ്ട്? എത്ര 5 ഉണ്ട്? 8 5 40, 8 പ്രാവശ്യം, ഇവിടെ ഒരു പ്രാവശ്യം 80 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കിട്ടും. അപ്പോൾ 400നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 80 എന്ന് കിട്ടും. അതാണ് നമ്മുടെ 8th ടൈം ഓഫ് ദ സീക്വൻസ് എന്ന് പറയുന്നത്. നമ്മൾ 8th ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് അവസാനത്തെ 5 ടൈമുകളാണ് എടുത്തത്. അതിന് ആദ്യം എന്ത് ചെയ്യണം? അവസാനത്തെ 5 ടൈമുകളുടെ സം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് 10 ടൈമുകളിൽ നിന്ന് ആദ്യത്തെ 5 ടൈമുകളുടെ സമ്മ പോയി കഴിഞ്ഞാൽ അവസാനത്തെ 5 ടൈമുകളുടെ സമ്മ കിട്ടും. അങ്ങനെ 550 നിന്ന് 150 പോയപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 400 എന്ന് കിട്ടി. എന്നിട്ട് 8th ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ മിഡ് ടൈം ആയിട്ട് വന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. 400 ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്തപ്പോൾ 80 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ 8th ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ ഫസ്റ്റ് 3 ടൈംസ് ഓഫ് ദ സീക്വൻസ് ആണ് നമുക്ക് എഴുതേണ്ടത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഈ സീക്വൻസിലെ ആദ്യത്തെ 3 ടൈമുകൾ എന്ത് ചെയ്യണം? എഴുതണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രാമത്തെ ടൈം അറിയാം? മൂന്നാമത്തെ ടൈം 30 ആണെന്ന് അറിയാം. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? രണ്ടാമത്തെ ടൈമും ഒന്നാമത്തെ ടൈമും എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ രണ്ടാമത്തെ ടൈം കിട്ടും. രണ്ടാമത്തെ ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ ഒന്നാമത്തെ ടൈം കിട്ടും. അപ്പോൾ അതിന് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡി ഈക്വൽ ടു നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? അടുത്തടുത്ത ടേമുകൾ അല്ലാത്തത് കാരണം ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെ വേണം ഇവിടെ നിന്ന് യൂസ് ചെയ്യാൻ. ടേം ഡിഫറൻസ് എത്രയാണ്? 80 മൈനസ് 30 ഡിവൈഡഡ് ബൈ പൊസിഷൻ എന്ന് പറയുന്നത് 8 - 3 ആണ്. ഈക്വൽ ടു 80 - 30 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 50 ഡിവൈഡഡ് ബൈ 8 - 3 എന്ന് പറയുന്നത് 5 ആണ്. ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കിട്ടും. കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ എത്ര കിട്ടി? 10 എന്ന് പറഞ്ഞ് കിട്ടി. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? x3 നമുക്ക് ഓൾറെഡി അറിയാം. എത്രയെന്നാണ്? 30 എന്നാണ്. ഇനി x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x3യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. x3 അറിയാം 30 ആണ്. അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എത്രാമത്തെ ടൈം കിട്ടും? രണ്ടാമത്തെ ടൈമായ x2 കിട്ടും. x3 എത്രയാണ്? 30 മൈനസ് കോമൺ ഡിഫറൻസ് 10 ആണ്. അപ്പോൾ x2ൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 20 എന്ന് കിട്ടി. ഇനി x2 കിട്ടിക്കഴിഞ്ഞാൽ x1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? x1 ഈക്വൽ ടു x2 മൈനസ് കോമൺ ഡിഫറൻസ് ചെയ്യുക. x2 എത്രയാണ്? 20 മൈനസ് കോമൺ ഡിഫറൻസ് 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും? x1ൻ്റെ വാല്യൂ 10 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ 3 ടൈമുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടൈം 10 ആണ്, സെക്കൻഡ് ടൈം 20 ആണ്, മൂന്നാമത്തെ ടൈം 30 ആണ്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The sum of the 11th and 21st term of an arithmetic sequence is 80. What is the 16th term എന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ 11ാമത്തെ ടൈമിൻ്റെയും 21ാമത്തെ ടൈമിൻ്റെയും സമ്മ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 11ാമത്തെ ടൈമിൻ്റെയും 21ാമത്തെ ടൈമിൻ്റെയും സമ്മ് എത്രയെന്ന് പറയുന്നുണ്ട്? 80 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ ടൈം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x11 പ്ലസ് x
21 ഈക്വൽ ടു എത്രയെന്ന് പറയുന്നുണ്ട്, 80 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സം ഓഫ് ഈ രണ്ട് ടേമുകൾ മാത്രമാണ് കേട്ടോ. ആദ്യത്തെ 11 മുതൽ 21 വരെയുള്ള ടേമുകളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. 11ാമത്തെ ടേമും 21ാമത്തെ ടേമിൻ്റെയും സം എന്ന് പറയുമ്പോൾ x11 പ്ലസ് x21 അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. അല്ലാതെ x11 പ്ലസ് x12 എന്ന് പറഞ്ഞ് അപ് ടു ഏതുവരെ എഴുതാൻ പാടില്ല, x21 വരെ എഴുതാൻ പാടില്ല. ദ സം ഓഫ് ദ 11th ആൻഡ് 21st ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 11ാമത്തെ ടേമും 21ാമത്തെ ടേമും മാത്രം കൂട്ടുമ്പോഴാണ് എത്രയെന്ന് പറയുന്നത്, 80 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ ടേം കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടൈമും വെച്ചിട്ട് മിഡ് ടൈം കണ്ടുപിടിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. പക്ഷേ മിഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ n+1/2 എന്ന് പറയുന്ന ആ ഇക്വേഷനാണ് പൊസിഷന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ ആരംഭിക്കുന്നത് എന്തിലല്ല, ഫസ്റ്റ് ടൈമിൽ അല്ല. ഫസ്റ്റ് ടൈമിലാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, n+1/2 ചെയ്യേണ്ടത്. ഇവിടെ മിഡ് ടൈം പൊസിഷൻ ഓഫ് മിഡ് ടൈം എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ഈ പൊസിഷനുകളെ എത്രയാ, 11ഉം 21ഉം ആഡ് ചെയ്തിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 11 + 21 / 2 ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്, മിഡ് ടൈമിൻ്റെ പൊസിഷൻ കിട്ടുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 32 എന്ന് കിട്ടും. 32 / 2 എന്ന് പറയുന്നത് 16th പൊസിഷനാണ്. ഓക്കെ, 16th പൊസിഷനിലുള്ളതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, മിഡ് ടൈം എന്ന് പറയുന്നത്. കാര്യം മനസ്സിലാക്കണം, അവിടെ നമ്മൾ ചെയ്തത് n+1/2 എന്നാണ്. കാരണം n എന്ന് പറയുന്നത് അവസാനത്തെ നമ്പർ. ഇവിടെ 21 ആണെങ്കിൽ ഈ 21 നമ്മൾ അവിടെ എന്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ് എത്രയായിരുന്നു, അവിടെ 1 ആയിരുന്നത് കാരണമാണ് n+1 / 2 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തത്. ഇവിടെ പറയുന്നത് 11ാമത്തെ ടൈമും 21ാമത്തെ ടൈമും അതിൻ്റെ മിഡ് ടൈമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ടൈമുകളുടെ സമ്മ് കണ്ടുപിടിക്കുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മിഡ് ടൈമിൻ്റെ പൊസിഷൻ കിട്ടുന്നത്. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവ തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, പൊസിഷൻ എന്ന് പറയുന്നത്. മറക്കരുത്, ആദ്യത്തെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇക്വേഷനിൽ എന്താണ് ചെയ്തത്, n+1/2 ആണ് ചെയ്തത്. അത് ഫസ്റ്റ് ടൈം മുതലുള്ള കാര്യമാണ് പറയുന്നതെങ്കിലാണ് n+1/2 എന്ന പൊസിഷൻ എടുക്കേണ്ടത്. ഇവിടെ എന്താണ് തന്നിരിക്കുന്ന ആ ടൈമുകൾ ഏത് പൊസിഷനിലുള്ളതെന്ന് നോക്കുക. ആ പൊസിഷനുകൾ തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 16ാമത്തെ പൊസിഷനാണ് മിഡ് ടൈമിൻ്റെ പൊസിഷനായിട്ട് എന്ത് ചെയ്തത്, കിട്ടിയത്. അത് തന്നെയാണല്ലോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. 16ാമത്തെ ടൈമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 16ാമത്തെ ടൈമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, മിഡ് ടൈം എന്ന് പറയുന്നത്. 16th ടൈമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, മിഡ് ടൈം എന്ന് പറയുന്നത്. നമുക്കറിയാം 15ാമത്തെ ടൈമും 17ാമത്തെ ടൈമും കൂടെ ആഡ് ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിഡ് ടൈമിൻ്റെ എന്ത് കിട്ടും, ഡബിൾ കിട്ടും. അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. എന്താണ്, ഈക്വലായി സ്പേസ് ചെയ്തിരിക്കുന്ന ടൈമുകൾ, അതായത് മിഡ് ടൈമിൽ നിന്ന് ഈക്വലായി സ്പേസ് ചെയ്തിരിക്കുന്ന ടൈമുകൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മിഡ് ടൈമിൻ്റെ ഡബിൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ പൊസിഷനിൽ നിന്ന് 21ാമത്തെ പൊസിഷനിലേക്ക് എത്ര ഡിഫറൻസ് ഉണ്ട്, ഇവിടുത്തെ ഡിഫറൻസ് 5D ആണ്. അതുപോലെ 11ാമത്തെ പൊസിഷനിലേക്കും എത്രയാണ് ഡിഫറൻസ് ഉള്ളത്, 5Dയുടെ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഈക്വലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 11ൽ നിന്ന് 16ലേക്ക് സ്പേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് 16ൽ നിന്ന് 21ലേക്ക് സ്പേസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 11ാമത്തെ ടൈമും 21ാമത്തെ ടൈമും കൂടെ ആഡ് ചെയ്യുന്നത് 16ാമത്തെ ടൈമിൻ്റെ എന്തായിരിക്കും, ഡബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ 80 എന്ന് പറയുന്നത് 16ാമത്തെ ടൈമിൻ്റെ എന്താണ്, ഡബിളാണ്. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 16ാമത്തെ 16th ടൈം എന്ന് പറയുന്നത് എന്താണ്, x11 + x21 / 2 ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എത്രയാണ്, 80 / 2 ആണ് ഈക്വൽ ടു 16ാമത്തെ ടൈം എത്രയെന്ന് കിട്ടും, 40 എന്ന് കിട്ടും. അപ്പോൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക, ഈക്വലായിട്ട് സ്പേസ്ഡ് ആണെങ്കിൽ ഓ ആ
രണ്ട് ടൈമുകളുടെ സം എന്ന് പറയുന്നത് നടുവിലത്തെ മിഡ് ടൈമിൻ്റെ എന്തായിരിക്കും, ഡബിൾ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് മിഡ് ടൈമിൻ്റെ എന്താണ്, ഡബിൾ ആണ്. ആ കണ്ടീഷൻ വെച്ചിട്ട് 16ാമത്തെ ടൈം ഈക്വൽ ആയിട്ടാണ് സ്പേസ് ചെയ്തിരിക്കുന്നത്. 11 മുതൽ 16 വരെ 5Dയുടെ വ്യത്യാസമുണ്ട്, അതുപോലെ 16 മുതൽ 21 വരെ അവിടെയും 5Dയുടെ വ്യത്യാസമുണ്ട്. ഈക്വലി സ്പേസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ ടൈം എന്ന് പറയുന്നത് ആ രണ്ട് ടൈമുകളുടെ സമ്മിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ രണ്ടിൻ്റെ സം എന്ന് പറയുന്നത് 80 ആണ്. 80 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും, 40 എന്ന് കിട്ടും. 16ാമത്തെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 40 ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ആംഗിൾസ് ഓഫ് എ പെന്റഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. സബ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടേൺ അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ പെന്റഗണിൻ്റെ ആംഗിളുകൾ എങ്ങനെയാണ്, അരിത്തമെറ്റിക് സീക്വൻസിലാണ്. പെന്റഗൺ എന്ന് പറയുമ്പോൾ എത്ര സൈഡുള്ള പോളിഗണാണ്, 5 സൈഡുള്ള പോളിഗണാണ് എന്തെന്ന് പറയുന്നത്, പെന്റഗൺ എന്ന് പറയുന്നത്. അപ്പോൾ പെന്റഗണിൻ്റെ ആംഗിളുകൾ ഏതിലാണ്, അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പെന്റഗണിൻ്റെ എത്ര ആംഗിളുകളുണ്ട്, 5 ആംഗിളുകളുണ്ട്. അവ ഏതിലാണ്, അരിത്തമെറ്റിക് സീക്വൻസിലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ആംഗിൾ, x1, x2, x3, x4, x5 5 ഉണ്ട്. ഈ 5 എന്താണ്, ആംഗിളുകളാണ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആക്കിയാണ് എഴുതിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടേൺ അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, 3ാമത്തെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതിനനുസരിച്ചിട്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ അനുസരിച്ചിട്ട് എഴുതുവാണെങ്കിൽ 3ാമത്തെ ആംഗിള് എത്രയായിരിക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് മിഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം, സമ്മ് അറിഞ്ഞിരിക്കണം. അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഓഫ് പെന്റഗൺ എന്ന് പറയുന്നത് എത്രയാണ്, പെന്റഗൺ എന്ന് പറയുന്നത് നമ്മുടെ പോളിഗണിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സമ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, n - 2 × 180 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ, n - 2 × 180 എന്നത്. ഇത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാൻ, സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ, ഏതൊരു പോളിഗണിൻ്റെയും. ഇത് പെന്റഗൺ ആയതുകൊണ്ട് എന്താണ്, n - 2 × 180. എന്നിന് പകരം n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് സൈഡ്സ് ആണ്. 5 സൈഡ്സ് ഉണ്ട്. 5 - 2 × 180 എന്ന് കിട്ടും. 5 - 2 എത്രയാണ്, 3 × 180 എന്ന് പറയുന്നത് 540 ഡിഗ്രി എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഈ 5 ആംഗിളുകളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 540 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സമ്മ എത്രയാണ്, 540 ആണ്. നമുക്ക് സമ്മ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, സമ്മിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം അതല്ലേ കണ്ടുപിടിക്കേണ്ടത്, x3 = സം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, നമ്പർ ചെയ്താൽ മതി. x3 = സം ഡിവൈഡഡ് ബൈ നമ്പർ. സം എത്രയാണ്, സം എന്ന് പറഞ്ഞാൽ 540 ആണ്. 540 ഡിവൈഡഡ് ബൈ എത്ര ടൈമുണ്ട്, 5 ടൈമുകളുണ്ട്. 5 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 108 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ ടൈം മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിട്ട് എഴുതുമ്പോൾ 3ാമത്തെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര ഡിഗ്രിയാണ്, 108 ഡിഗ്രിയാണ്. 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40 വാട്ട് ആർ ദ അതർ ആംഗിൾസ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ 5 ആംഗിൾ എടുത്തിട്ടുണ്ടായിരുന്നു. x1, x2, x3, x4, x5 എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ സ്മോളസ്റ്റ് ആംഗിൾ, അപ്പോൾ ഫസ്റ്റത്തെ ആംഗിളിനെയാണ് നമ്മൾ x1 ആയിട്ട് എടുക്കുന്നത്. x1 അതിന് 40 ഡിഗ്രി ആണ്. x3 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു, 108 ആയിരുന്നു എന്തിൻ്റെ, x3യുടെ ആംഗിൾ. അപ്പോൾ നമുക്ക് എന്ത് വേണം, കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിലേ 2ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അടുത്തടുത്ത ടൈമുകളല്ലാത്തത് കാരണം ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്, പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ടൈം എത്രയാണ്, 108 - 40 ഡിവൈഡഡ് ബൈ 3 - 1 ആണ് പൊസിഷൻ. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 108ൽ നിന്ന് 40 പോയാൽ 68 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 68 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്,
4ആണ്. നമ്മുടെ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 34 കിട്ടി. എങ്ങനെ കണ്ടുപിടിച്ചു? x1 ചെറിയ ആംഗിൾ എത്രയെന്ന് പറയുന്നുണ്ട്? 40 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ x1നെ നമ്മൾ എത്രയായിട്ട് എടുത്തു? 40 എന്ന് എടുത്തു. x3 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. x3 എന്ന് പറയുന്നത് എത്രയാണ്? 108 ആണ്. അപ്പോൾ അടുത്തടുത്ത ടൈമുകളായിരുന്നെങ്കിൽ നമുക്ക് മൈനസ് ചെയ്ത് എടുത്താൽ മതിയായിരുന്നു. x3യും x1ഉം ആയത് കാരണം അടുത്തടുത്ത ടൈമുകളല്ല. ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടൈം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യുക. അങ്ങനെ 68 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. 34 എന്ന് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? x1 ഓൾറെഡി ആയി, x3 ആയി. ഇനി x2 കണ്ടുപിടിക്കണം, x4 കണ്ടുപിടിക്കണം, x5 കണ്ടുപിടിക്കണം. x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1നോടൊപ്പം എന്ത് കൂട്ടിയാൽ മതി? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. എത്രയാണ്? 40 പ്ലസ് 34 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 74 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ x2 എത്ര കിട്ടി? 74 ഡിഗ്രി. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? x3 ഓൾറെഡി അറിയാം. x4 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x4 ഈക്വൽ ടു x3യോടൊപ്പം എന്താ ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. x3 എത്രയായിരുന്നു? 108 ആയിരുന്നു. അതിനോടൊപ്പം കോമൺ ഡിഫറൻസ് ആയ 34 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 142 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ x4 എത്ര കിട്ടി? 142 ഡിഗ്രി കിട്ടി. x5 എങ്ങനെ കണ്ടുപിടിക്കും? x4നോടൊപ്പം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. x4 എത്രയാണ്? 142 ആണ്. കോമൺ ഡിഫറൻസ് എത്ര ആഡ് ചെയ്യണം? 34 ആഡ് ചെയ്യുമ്പോൾ 176 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം എത്രയാണ്? ഫസ്റ്റ് ആംഗിൾ 40 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ആംഗിൾ 74 ഡിഗ്രിയാണ്. മൂന്നാമത്തെ ആംഗിൾ 108 ആണ്. നാലാമത്തെ ആംഗിൾ 142 ആണ്. അഞ്ചാമത്തെ ആംഗിൾ 176 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36 എന്നാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ആംഗിൾ എത്രയാവുമെന്നാണ് ചോദ്യം. 36 ആകുമോ എന്നാണ് ചോദ്യം. നേരത്തെ എടുത്തതുപോലെ 5 ആംഗിളുകൾ എടുക്കുന്നു. x1, x2, x3, x4, x5. അതിലെ ചെറിയ ആംഗിൾ എത്ര? 36. അപ്പോൾ x1 ഈക്വൽ ടു 36 ആണ്. x3ക്ക് മാറ്റമില്ല. എത്രയാണ്? 108 ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും? നേരത്തെ കണ്ടുപിടിച്ചതുപോലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡി ഈക്വൽ ടു ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. നമ്മുടെ ടൈം ഡിഫറൻസ് എത്രയൊക്കെയാണ്? 108 മൈനസ് 36 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 ആണ്. ഈക്വൽ ടു 108ൽ നിന്ന് 36 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 എന്ന് കിട്ടും. 72 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 36 എന്ന് തന്നെ കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്കിവിടെ എത്ര കിട്ടി? 36 എന്ന് കിട്ടി. ഫസ്റ്റ് ടൈമും 36 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നേരത്തെ പോലെ എന്തൊക്കെ കണ്ടുപിടിക്കണം? x2 കണ്ടുപിടിക്കണം, x4 കണ്ടുപിടിക്കണം, x5 കണ്ടുപിടിക്കണം. അപ്പോൾ x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? x1നോടൊപ്പം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. 36 ആണ് ഫസ്റ്റ് ടൈം. x1 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. 36നോടൊപ്പം കോമൺ ഡിഫറൻസും എത്ര തന്നെയാണ്? 36 തന്നെയാണ്. 36 ആഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 72 എന്ന് കിട്ടും. ഇനി നമുക്ക് x3 ഓൾറെഡി അറിയാം, 108 ആണ്. x4 കണ്ടുപിടിക്കണം. x4 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x3യോടൊപ്പം എന്ത് ആഡ് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. x3 എത്രയാണ്? 108 ആണ്. 108നോടൊപ്പം കോമൺ ഡിഫറൻസ് 36 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 144 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ x4 എത്ര കിട്ടി? 144 ഡിഗ്രി. x5 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? x4നോടൊപ്പം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. x4നോടൊപ്പം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. x4 എത്രയാണ്? 144 പ്ലസ് കോമൺ ഡിഫറൻസ് 36 ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 36 ഡിഗ്രി. 36 ഏറ്റവും ചെറിയ ആംഗിൾ ആകുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 36 ചെറിയ ആംഗിളായിട്ട് എടുത്താൽ ഒന്നാമത്തെ ആംഗിൾ 36 ആണ്, രണ്ടാമത്തെ ആംഗിൾ 72 ആണ്, മൂന്നാമത്തെ ആംഗിൾ 108 ആണ്, നാലാമത്തെ ആംഗിൾ 144 ആണ്, അഞ്ചാമത്തെ ആംഗിൾ 180 ആണ്. ഇതിലെന്തെങ്കിലും
പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ 180 എന്ന് പറഞ്ഞ ആംഗിൾ എങ്ങനത്തെ ആംഗിളായിരിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അവിടെ മേക്ക് ചെയ്യുന്ന, അവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മേക്ക് ചെയ്യുന്ന ആംഗിളായിരിക്കും എന്തെന്ന് പറയുന്നത് 180 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ബാക്കിയുള്ള ആംഗിളുകൾ വരയ്ക്കുകയാണ്. ഇപ്പോൾ എത്ര? 36 ഡിഗ്രി, 36 ഡിഗ്രി, 72 ഡിഗ്രി, 108 ഡിഗ്രി, 144 ഡിഗ്രി. ഇതാ ഇവിടെ നിന്ന് നമുക്ക് 180 ഡിഗ്രി വരയ്ക്കേണ്ടി വന്നാൽ ഇവിടെ തന്നെ ഇങ്ങനെ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്ത് പോകും. തിരിച്ച് അതിലേക്ക് എന്ത് ചെയ്യില്ല? മടങ്ങി വന്ന് മീറ്റ് ചെയ്യില്ല. അപ്പോൾ 36 ചെറിയ ആംഗിൾ എടുക്കുന്നെങ്കിൽ ഒരു ആംഗിൾ എന്തായിട്ട് മാറും? 180 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ ആംഗിൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്ട്രെയിറ്റ് ലൈനായിട്ടേ കിട്ടത്തുള്ളൂ. അതിനൊരു ആംഗിളാക്കി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് വരയ്ക്കാൻ പറ്റത്തില്ല? പെൻറ്റഗൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. അതിൽ ചെറിയ ആംഗിൾ 36 ആകുമോ? ചെറിയ ആംഗിൾ 36 ആയാൽ വലിയ ആംഗിൾ എത്രയായിട്ട് ഇരിക്കും? 180 ഡിഗ്രി ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റത്തില്ല? പെൻറ്റഗൺ വരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയ ആംഗിൾ എത്ര ആകത്തില്ല? 36 ആകത്തില്ല. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.